ഹൈ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലൂടെ അവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്തതെന്ന് വെച്ചാൽ നമുക്കൊക്കെ അറിയാം, വാട്സാപ്പ് അടിക്കടി പുതിയ അപ്ഡേഷൻ കൊണ്ടുവരുന്നൊരു പ്ലാറ്റ്ഫോമാണ് എന്നുള്ളത് നമുക്കൊക്കെ അറിയാവുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഇപ്പോൾ ഈ അടുത്തായി വന്നു കഴിഞ്ഞാൽ ഒരു പുതിയ കിടലിന് അപ്ഡേഷനാണ് വാട്സാപ്പിൽ തീമുകൾ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം. അപ്പോൾ അത് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ അതിന് മുന്നിൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് പ്ലേ സ്റ്റോറിൽ പോയിട്ട് വാട്സാപ്പ് ഒന്ന് അപ്ഡേഷൻ ചെയ്ത് കൊടുക്കണം. പുതിയ വേർഷൻ ആയി കഴിഞ്ഞാലാണ് ഇത് നമുക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഒന്ന് വാട്സാപ്പ് ഒന്ന് അപ്ഡേഷൻ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വാട്സാപ്പ് ഓപ്പൺ ചെയ്യുക. വാട്സാപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മളിവിടെ വന്നിട്ടുണ്ട് 3 ഡോട്ടിൽ, മുകളിലുള്ള ഈ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്കിവിടെ ചാറ്റ് തീം എന്ന് കാണുന്നുണ്ട്. ഇതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യട്ടോ. ഇപ്പോൾ നമുക്കറിയാം, ഇതിപ്പോൾ ഡിഫാൾട്ടായിട്ട് ഇപ്പോൾ വാട്സാപ്പിൻ്റെ ഡിഫാൾട്ടായിട്ട് കാണുന്ന എല്ലാ ചാറ്റിലും കാണുന്ന ഒരു തീമാണ്. ഇപ്പോൾ ഡിഫാൾട്ടായിട്ടുള്ളൊരു തീമാണ്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ജസ്റ്റ് തീം ഒന്ന് മാറ്റണമെന്നുണ്ടെങ്കിൽ ചാറ്റ് തീം എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ഇത്തരത്തിലുള്ള ഓപ്ഷൻസ് വരും. ഇപ്പോൾ നമുക്ക് ഏതെങ്കിലും മുകളിലുള്ള ഈ കളർ, ഈ ബ്ലാക്ക് കളർ വേണമെങ്കിൽ അങ്ങ് സെലക്ട് ചെയ്യാം. അതല്ല ഈ താഴെയുള്ള ഈ ഒരു മോഡലിൽ, ഇത്തരത്തിലുള്ള മോഡൽ വേണമെന്നുണ്ടെങ്കിൽ ഇതിലേതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇത് തന്നെ നമുക്ക് കളർ ലൈറ്റ് ആക്കാനും അതല്ല ബ്രൈറ്റ്നെസ് കമ്മിയാക്കാനൊക്കെ ഉള്ള ഒരു ഓപ്ഷൻ ഇവിടെ ലഭ്യമാണ്. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ടോ, ലൈറ്റ് കുറയുന്നുണ്ട്. ജസ്റ്റ് കൂട്ടി കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ ഇവിടെ നമുക്ക് കളറിൻ്റെ ഒരു ഓപ്ഷൻ കാണുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ അതിൽ ചാറ്റിൻ്റെ കളറൊക്കെ ചേഞ്ച് ചെയ്യണമെന്നുണ്ട്. ഇപ്പോൾ ഇവിടെ നമ്മൾ ടൈപ്പ് ചെയ്തതിൽ ഈ ഒരു ഹൈലൈറ്റ് ചെയ്യുന്ന സംഭവം ഉണ്ടല്ലോ, അതിൽ കളർ ചേഞ്ച് ആവുന്നത് കാണാം. കണ്ടോ, അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് കളറുകളൊക്കെ ചേഞ്ച് ചെയ്യാം. എന്നിട്ട് ഇതൊക്കെ ഓക്കെ ആയി കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് മുകളിലുള്ള ഓക്കെ എന്നുള്ള ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ഓക്കെ കൊടുക്കാം. സെറ്റ് തീം എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തപ്പോൾ നമ്മൾ ഈ ഒരു തീം ആ ഒരു ചാറ്റിന് ഈ ഒരു തീമായിട്ട് മാറിയിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഇത്തരത്തിൽ നല്ല അടിപൊളി തീമായിട്ട് മാറി. ഇനി അതിൽ തന്നെ നമുക്ക് ഇതിൽ വേറെയും ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് തീം സെലക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് പുറകോട്ട് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ചാറ്റ് കളർ എന്നുള്ളത് ഇവിടെ നമുക്ക് മാറ്റാൻ കഴിയും. പിന്നെ അതുപോലെ തന്നെ വാൾപേപ്പർ എന്ന് പറഞ്ഞ സംഭവം ഉണ്ട് കേട്ടോ. വാൾപേപ്പർ ഇപ്പോൾ ഇത്തരത്തിൽ അടിപൊളി ഒരുപാട് വാൾപേപ്പർ ഇതിൽ അവൈലബിൾ ആയിട്ടുണ്ട്. കണ്ടോ, നല്ല നല്ല വാൾപേപ്പേഴ്സ് അവൈലബിൾ ആയിട്ട്. ഇതൊക്കെ നമുക്ക് ഇഷ്ടാനുസരണം ഓരോരുത്തർക്ക് വേണ്ടിയും അതല്ല ഓരോ ഗ്രൂപ്പിന് വേണ്ടിയിട്ടൊക്കെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ഇത് സെലക്ട് ചെയ്ത് സെറ്റ് ചെയ്യാൻ സാധിക്കും. ഇനി അതല്ല, നമുക്കൊരു നമ്മുടെ ഗാലറിയിൽ നിന്നൊരു ഫോട്ടോ, അത് നമ്മളെ മക്കളുടെ നമ്മളെ ഫോട്ടോ അല്ലെങ്കിൽ നമ്മുടെ വൈഫിൻ്റെ അങ്ങനെയുള്ള നമ്മുടെ ഫാമിലി ഫോട്ടോസൊക്കെ നമുക്ക് സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചൂസ് ഗാലറി എന്ന് പറഞ്ഞിട്ട് നമുക്ക് അതിൽ പോയിട്ട് നമുക്ക് നമ്മുടെ ഗാലറിയിലുള്ള ഏതെങ്കിലുമൊക്കെ ഫോട്ടോ നമുക്ക് സെലക്ട് ചെയ്ത് അതും നമ്മളെ തീമിലേക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും കേട്ടോ. അപ്പോൾ ഇത്തരത്തിൽ നല്ല കിടിലൻ അപ്ഡേഷനാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഇനിയിപ്പോൾ ഒന്നും വേണ്ട, ഇതൊക്കെ സ്കിപ്പ് ചെയ്ത് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ റീസെറ്റ് വാൾപേപ്പർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് പഴയ നോർമൽ സെറ്റിലേക്ക് ആയി മാറുകയും ചെയ്യും. അപ്പോൾ ഇത്തരത്തിൽ നല്ല അടിപൊളി തീമൊക്കെ ആയിട്ട് നമുക്ക് ചാറ്റ് നമ്മളെ വാട്സാപ്പ് കളർഫുള്ളാക്കാൻ പറ്റുന്ന ഒരു പുതിയ കിടിലൻ അപ്ഡേഷനാണ്. അപ്പോൾ എല്ലാവരും ജസ്റ്റ് ഒന്ന് യൂസ് ചെയ്ത് നോക്കുക. വീഡിയോ ഒക്കെ കണ്ട് അഭിപ്രായങ്ങൾ നിങ്ങൾ താഴെ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ വീണ്ടും വരാൻ നന്ദി, നമസ്കാരം, താങ്ക് യു.